അമ്മിക്കല്ലും ആട്ടുകല്ലൊക്കെ എടുത്തു പോയ മാതിരി ഈ അലക്കുകല്ലും എടുത്ത് പോവുകയാണ്. പെണ്ണുങ്ങളോ അധികം ചൂടാൻ പറ്റൂല. നമ്മളെ നീലന്റെ ഷർട്ടൊക്കെ നമ്മളെ തല്ലണ മാതിരി വരതും നമ്മളിട്ട് വരതണ വരെ വരതും അപ്പൊ തീർക്കും. അപ്പൊ എല്ലാവർക്കും ഇത് ഒരു 50 വർഷത്തിന് മേലെ പഴക്കമുണ്ട്. 50 വർഷം പഴക്കമുള്ള ഒരു അമ്മിക്കല്ല് ഇന്ന് മിക്ക വീടുകളിലും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവം കൂടിയാണ് ഈ കാണുന്ന ഇത്തരത്തിലുള്ള അമ്മികള്. സാധാരണ വാങ്ങും കൂടിയല്ല ചെയ്യാം അല്ലെ, നമ്മളെ തൊടുന്ന് എടുത്തായിരിക്കും ചിലപ്പോ അല്ലെ. നല്ല പരിചയം ഉണ്ടല്ലോ അല്ലോ. പെണ്ണുങ്ങളാണ് കറി വെക്കല് അരച്ചെടുക്കല് ഞാനല്ലേ. അതാണ് ഞാൻ കണ്ടിട്ട് നിങ്ങളെ ആക്ഷൻ കണ്ടാ നല്ല പരിചയം ഉണ്ടാവും. മല്ലിമുളകൊക്കെ ആക്ഷൻ വരെ കറക്റ്റാ. ഈ അടുപ്പിന്റെ ഒരു ചൊറുക്ക് വേർത്തല മൺകലങ്ങളും ഇതൊക്കെയാണ് നമ്മള് കൂടുതലും ഉപയോഗിക്കാറുള്ളത്. ബക്കർഖാന്റെ വീട്ടിലെ അത്ഭുതം കാണാൻ പോകും കേട്ടോ. ഇത്തരം വിളക്കുകള് പണ്ട് ഇത് ഇല്ല, എന്റെ വീട്ടിലൊന്നുണ്ട് ഇതേപോലത്തെ ചെമ്പ് കളറുള്ള ഒരു സംഭവം ഉണ്ട്. അതേപോലെ തന്നെ വേറൊരു സംഭവം കണ്ടതാ, ഉപ്പിലിട്ട മാങ്ങ. അല്ലല്ല, ഇത് ഉപ്പിലിട്ട് വെക്കും. അപ്പൊ കുട്ടികളൊക്കെ വരുമ്പോ നമുക്ക് മാങ്ങച്ചാർ ഏത് സീസണിലും. ഹലോ പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ റീൽസ് ആണെങ്കിലും വീഡിയോസൊക്കെ 90% ഈ വീടും ഈ വീടിൻ്റെ പരിസരത്ത് വെച്ചാണ് ചിത്രീകരിക്കാറുള്ളത്. ഒരുപാട് ആളുകൾ കമൻറ്റിലും ഫോൺ ചെയ്തൊക്കെ ചോദിക്കലുണ്ട്, ബക്കറിക്ക നിങ്ങളെ വീടിൻ്റെ ഉള്ളൊന്ന് കാണിക്കോ എന്ന്. അതിനെന്താ കുഴപ്പം? ഒരു പ്രശ്നമില്ല. അപ്പം ഇങ്ങോട്ട് പോന്നോളി, എൻ്റെ വീടിൻ്റെ ഉള്ള് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കാണാം. പോരി. ഇതാണ് ഓഫീസ് റൂം. ആരെങ്കിലുമൊക്കെ ഗസ്റ്റുകൾ വന്നാൽ ഇരിക്കാനും, ഇനി അഥവാ ആർക്കെങ്കിലും പോകാൻ പറ്റാത്ത ആളുകളുണ്ടെങ്കിൽ കിടക്കാനുമുള്ള ഒരു ചെറിയ സൗകര്യം. ആഡംബരങ്ങളൊന്നുമില്ല, എന്നിരുന്നാലും അൽഹംദുലില്ലാഹ് ഈ സൗകര്യത്തിൽ ഞാൻ തൃപ്തനാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് വീഡിയോകളില് ഈ ഒരു റൂം അംഗമാണ്, പല ആളുകളും കണ്ടിട്ടുണ്ടാവും. ഒരുപാട് വീഡിയോകളുണ്ട്. അതെ. അങ്ങോട്ട് പോയി അടുത്തത് കാണാം. ഇതാണ് നമ്മളെ ഡൈനിങ് ഹാളൊക്കെ ഒരു ഡൈനിങ് സെറ്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അടിയിൽ നല്ല ടൈൽസ് ഒന്നല്ല, നല്ല ഭംഗിയുള്ള ഒരു കാർപ്പറ്റ് വിരിച്ചിട്ടുണ്ട്. ആയതിലും ഭംഗി ഇതാ മുകളില് കണ്ടില്ല. നല്ല ഇത് ഏതാ മരം ബക്കർക്ക ഈ കാണുന്നത്? ഈ മേലുള്ളതാ വെണ്ടേക്ക്. അതിന്റെ തട്ടുംപുറമൊക്കെ നമുക്ക് കാണാണ്ട് കേട്ടോ, കാണാണ്ട്. പിന്നെതാ ഇനി അടുത്ത നമ്മള് 2 റൂമുകള്. ഇത് നല്ലൊരു ഭംഗിയുള്ള ഒരു ചെറിയൊരു ബെഡ്റൂം പോലെ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ സീലിംഗ് ഇത് എന്താണ് ബക്കർക്ക? ഇതെന്ത് ബോർഡാണ്? ഇറങ്ങുന്നില്ല, ആദ്യ കാലത്തൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ ഫാഷനൊക്കെ എടുത്തുപോയി, പുതിയ മോഡലുകളാണ്. ഇനി അടുത്ത ബെഡ്റൂം തൊട്ടടുത്ത ഒരു ബെഡ്റൂം ഉണ്ട്. അടുത്ത ബെഡ്റൂം ഇതിന്റെയും സീലിംഗ് വന്നിട്ട് നമ്മളെ മരത്തിന്റെ സീലിംഗ് ആണ് അല്ലെ? അതെ, മരത്തിന്റെ സീലിംഗ് ആണ്. അടുത്തതാണ് റൂം കാണാം. ബക്കർഖാന്റെ റൂം ഒരുപാട് സ്പെഷ്യൽ ആയിട്ടുള്ള റൂമാട്ടോ ഈ കാണുന്ന റൂം. ഞാൻ ഇവിടെയാണ് ഇരിക്കല്, കാര്യങ്ങളൊക്കെ എഴുതാനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന റൂമിലെ. ഇതാണ് നമ്മളെ റൂം. പിന്നെ ഒന്ന് പറയാനുള്ളത്, ബക്കർക്ക ഭയങ്കര എളിമുള്ള ഒരു മനുഷ്യനാണ്. കാരണം എല്ലാ റൂമിലും സീലിംഗ് അടിച്ചിരിക്കണ്. പാവം ബക്കർഖാന്റെ റൂമില് സീലിംഗ് ചെയ്തിട്ടില്ല. അതൊക്കെ മതിന്ന്. പിന്നെ ബക്കർഖാന്റെ എഴുത്ത് മേശ ഇതൊരു സെറ്റപ്പ് ആട്ടോ മക്കളെ. പിന്നെ ബക്കർഖാന്റെ മേശ അടിപൊളിയാണ്. അവന്റെ ഒരു കലക്ടർ മേശ എങ്ങനെയാണോ അതേമാതിരിയാണ് ബക്കർഖാന്റെ മേശ. പട്ടയ ക്ലാസ്, ഹൗസ് ടാക്സ് കെട്ടിയത്, മറ്റു ആധാർ, എല്ലാ റെക്കോർഡ്സും ഇതിലുണ്ടാവും. എന്താ സെറ്റപ്പിലാ വെച്ച്. അതേപോലെ റേഷൻ കാർഡ്, വോട്ടർ ഐ ഡി, മറ്റുള്ളതൊക്കെ ഇതിലുണ്ടാവും. കോടികളുണ്ട്. ബാങ്ക് പാസ്ബുക്ക്, ഇതൊക്കെ ഇതിലുണ്ടാവും. എന്തായാലും ബക്കർക്ക എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ ഒരു
ബക്കർക്ക് പൊതുവെ ഒരു ഭയങ്കര ഒരു അച്ചടക്കം കൂടുതലുള്ള ഒരാളാണ്, വൃത്തി കൂടുതലുള്ള ഒരാളാട്ടോ. അത് ബക്കർഖാന്റെ ഈ മേശമ്പോ നോക്കിയാൽ കറക്റ്റ് അറിയാം. ഏത് ടൈമും ഇങ്ങനത്തെ കേട്ടോ. ഇതൊന്നൊരു പേപ്പർ ഇങ്ങനെ മടങ്ങിയാൽ ബക്കർക്ക് ഇഷ്ടമല്ല, എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് പിന്നെ ബക്കർഖാന്റെ റൂമിലുള്ള സ്പെഷ്യൽ ഐറ്റം ഒരു പ്രവാസിയായിരുന്നു. അപ്പൊ ഇത് ഇവിടെ വാങ്ങാൻ കിട്ടുമല്ലോ എനിക്കറിയില്ല, ഗൾഫിൽ നിന്ന് കൊടുന്നാണ്. നമ്മളെ ഷർട്ട് ഫാന്റ് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ചളി പാറിയെ ഒന്നും ചെയ്യൂല. പിന്നെ ഡ്രസ്സുകൾ ഇങ്ങനെ ഇടാം. അയലിവിടെ അയലുകള് കാര്യങ്ങള് പിന്നെ റാക്കില് കുറച്ച് ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ബക്കർഖാന്റെ അടുത്തൊരു കളക്ഷനാണ് ഈ കാണുന്ന സംഭവങ്ങൾ. അത്തർ വില പിടിപ്പുള്ള ഒരുപാട് അത്തറുകളുണ്ട് കേട്ടോ. ഇഷ്ടം പോലെ കളക്ഷനുകളുണ്ട്. അത്തറിന്റെ സ്പ്രേ ഉണ്ട്, അങ്ങനെ ഓരോ ഐറ്റംസുകളുണ്ട് ഇവിടെ. പിന്നെ ഇത് രണ്ടും സംസം വെള്ളമാണ് കേട്ടോ. പിന്നെ ഇതെന്താ ബക്കർഖാൻ? സംസം വെള്ളം. സംസം വെള്ളം അത് ഒരു വീട്ടില് നിർബന്ധമുള്ള കാര്യം. മരം വന്നപ്പോ കൊടുത്തു തന്നാണ്. ഒന്ന് നമ്മളെ അയൽവാസി കുഞ്ഞാൻ തന്നാണ് ഇത്. ഇത് മരം വന്നപ്പോ കൊടുത്തു തന്നാണ്. പിന്നെ കുളിക്കണ സോപ്പൊക്കെ ഉണ്ടല്ലേ, ഗൾഫിന്റെ സോപ്പ് കൊണ്ടേ കുളിക്കുള്ളൂ. അതൊക്കെ മരം ഗൾഫിൽ നിന്ന് വന്നപ്പോഴേ. പിന്നെന്താണ് സ്പെഷ്യല്? പിന്നെ സ്പെഷ്യലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ ഒരുപാട് നമ്മളെ ഗൾഫ് ജീവിതത്തിന്റെ കഥ പറയുന്ന യക്കോലക്ക് പറ്റി. അതേപോലെ കണ്ടോ, ഇത് ഞാൻ എന്റെ ജീവിതത്തിൽ ഉപയോഗിച്ച എല്ലാ സ്പ്രേ കുപ്പികളും ഇതിലുണ്ട്. ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം ഏകദേശം ഒരു 1,00,000 ഉറുപ്പ്യന്റെ അടുത്ത് വേണമെങ്കിൽ കാണിച്ചു തരാം. ഈ കാണുന്ന ബോക്സിൽ ബക്കർഖാന്റെ ഒരുപാട് 1,00,000 രൂപ വില വരുന്ന സ്പ്രേ ഐറ്റംസിന്റെ അല്ല, സ്പ്രേ ഉപയോഗിച്ച ബോട്ടിലുകളുടെ തോന്നുന്നില്ല അതുണ്ട്. അത് നമ്മള് സെപ്പറേറ്റ് ഒരു വീഡിയോ നമ്മളിൽ വരും. അതായിട്ട് അതുപോലെ തന്നെ നേരെ അപ്പുറത്ത് ബക്കർഖാന്റെ പ്രവാസ ലോകം ഗൾഫാരിങ്ങനെ കൊണ്ടുവരില്ല. പണ്ടത്തെ കണ്ടത് ഇത് എക്കോലക്കിന്റെ ഇതാണ്. അതുപോലെ ഇതിന്റെ ചാവില്ല, ATM മാതിരി ചിപ്പിട്ട് വലിക്കുന്നതാണ്. ഇതിന്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ നമ്മളെ ചാനലിൽ വരും. അതും കാരണം അത് ഒരുപാട് കഥകൾ പറയാനുണ്ട് ഇതിന്. അതുകൊണ്ട് അത് സെപ്പറേറ്റ് നമ്മളെ ഒരു ചാനൽ. ഇപ്പൊ ഗൾഫിലുള്ളവർക്ക് അറിയാം, ഒരുവിധം VIP ഉപയോഗിക്കുന്ന എല്ലാ സ്പ്രേ കുപ്പിന്റെയും ബോട്ടിൽ ഇതിലുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ബക്കർഖാൻ റൂമിലുള്ള ഇങ്ങോട്ടാ ഇവിടെ ഒരുപാട് ആൽബങ്ങള് നമ്മളെ ഒരുപാട് പരിപാടികളുണ്ട്. എത്ര വർഷം പഴക്കണ്ടാവും ആൽബങ്ങൾക്കൊക്കെ? ഈ ആൽബങ്ങൾക്കൊക്കെ 86 മുതലുള്ള പഴക്കമുണ്ട്. 86 വർഷത്തിലുള്ള ഒരുപാട് ഫോട്ടോകളായിരുന്നു. 86 മുതലുള്ള ഉണ്ട്. അതിന്റെ ഒരുപാട് ഫോട്ടോ നമ്മൾ ഇട്ടിട്ടുണ്ട് നമ്മുടെ ചാനലിൽ അല്ലേ. ഇനിയും നിങ്ങൾ കാണാത്ത ഫോട്ടോസ് ഒരുപാടുണ്ട്. അത് നമുക്ക് കാണണം. ആയിക്കോട്ടെ, കാണാം. ഒക്കെ നമുക്ക് കാണണം. ഇനി നമുക്ക് നേരെ ബക്കർഖാൻ റൂമിൽ നിന്ന് മറ്റൊരു റൂമിൽ പോയാലോ? മറ്റൊരു റൂമിൽ പോവാം. ഇപ്പൊ ഓഫീസ് റൂമും 3 ബെഡ്റൂമും സിറ്റ് ഔട്ടും ഡൈനിങ് ഹാളും നിങ്ങൾ കണ്ടു. പിന്നെ ഇനി പെട്ടെന്ന് കറണ്ട് പോവുകയാണെങ്കിൽ നമ്മളെ പെരുന്തൽമണയുള്ള അംസപ്പാന്റെ കൂട്ടുകാർ ബാബു എന്നാണ് എമർജൻസി റിമോട്ട് വർക്ക് കണ്ടോ, അതൊരു എമർജൻസിയാണ്. ഇതും ഒരു എമർജൻസിയാണ്. അതും ലേറ്റാ? ഇതും ലേറ്റ് ആണ്. കറണ്ട് പോയിട്ടുണ്ടെങ്കിൽ, അതായത് ചപ്പ് കൂട്ടുന്ന മെഷീന്റെ ബാറ്ററിയാണിത്. ഇങ്ങനെ വെക്കാൻ പാടില്ല. അത് കാരണം നമ്മള് അത് എമർജൻസി ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇത് ഉള്ളിൽ ഒരു ബാത്റൂം. രാത്രി കാലങ്ങളിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ നിർബന്ധമുള്ള കാര്യമാണ്. കാരണം ആനൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ശല്യങ്ങളൊക്കെ ഉള്ളതല്ലേ. അപ്പൊ ഇപ്പൊ നമ്മളില്ലെങ്കിലും രാത്രി ഉപയോഗിക്കാൻ പറ്റിയ ബാത്റൂമില് നമ്മളൊക്കെ കാണുന്നുണ്ട്. കണ്ടില്ല? ഈ വീട് എത്ര വർഷം പഴക്കണ്ട്? 25 വർഷം. ഈ ബാത്റൂമിനോ? ബാത്റൂമിനും അതേ വർഷം. അപ്പൊ എന്താ ചോദിക്കാൻ കാരണം എന്നറിയോ? പിന്നെ പഴയ ആളുകളൊക്കെ പുറത്താണ് ബാത്റൂം ഉണ്ടാക്കരുത്. നിങ്ങൾ ആ 25 വർഷം മുന്നേ തന്നെ ഉള്ളില് ബാത്റൂം ഉണ്ടാക്കി. കിച്ചന് നമുക്ക് പരിചയപ്പെടാം. ഇതാണ് ഹൈടെക് കിച്ചൺ. ബക്കർഖാന്റെ ഒരുപാട് ബക്കർക്ക കഷ്ടപ്പെടുന്നത് പെരയില് ബക്കർക്ക കൂടുതൽ കഷ്ടപ്പെടുന്ന സ്ഥലം. ഞാനും എന്റെ പെണ്ണുങ്ങളും കുട്ടികളും ഉള്ളെങ്കിൽ പിന്നെ ഡൈനിങ് ഹാളിന്റെ ആവശ്യമില്ല. ഡൈനിങ് ടേബിളിന്റെ അങ്ങോട്ടേഷന്റെ ആവശ്യമില്ല. അതിനായിട്ട് ഇവിടെ ടേബിള് ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കും. ആരെങ്കിലും ഗസ്റ്റ് വരികയാണെങ്കിൽ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കും. ചെറിയൊരു കറണ്ട് അടുപ്പുണ്ട്, ഗ്യാസ് അടുപ്പുണ്ട്. ഇത് കൂടുതലും ഉപയോഗിക്കാറില്ല. ഉപയോഗിക്കല് നമ്മളെ വിറകിന്റെ അടുപ്പാണ്. ഈ അടുപ്പിന്റെ ഒരു ചൊറുക്ക് വേർത്തല. മൺകലങ്ങളും ഇതൊക്കെയാണ് നമ്മൾ കൂടുതലും ഉപയോഗിക്കാറുള്ളത്. ഇനി സ്റ്റോർ റൂം. പക്ഷെ വേറൊന്നും കൂടി ഉണ്ട്. സ്റ്റോർ റൂമിൽ നമ്മളൊരു അത്ഭുതത്തേക്ക് കേറി പോവില്ലേ? അത് നമുക്ക് കാണിച്ചു തരാം കേട്ടോ. നമ്മളെ പാത്രങ്ങളൊക്കെ വെക്കാനും അരി മറ്റുള്ള സാധനങ്ങൾ
ഒക്കെ വെക്കാൻ പറ്റിയ റൂം, അത്യാവശ്യം വലുപ്പമുള്ള സ്റ്റോർ, അത്യാവശ്യം വലുപ്പമുള്ള. ഇനിയിപ്പോ കൂടുതൽ കൂട്ടുകുടുംബങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നേരെ ഇതുമ്മ കൂടെ മേലക്കാൾ കയറ്റി വിടും. കയറ്റി വിട്ടിട്ട് നിരത്തി പായിട്ട് അവിടെ കടത്തും. അന്ന് കണ്ടാലോ നമുക്ക്? നമുക്ക് കാണാലോ. വരി. ബക്കർഖാന്റെ വീട്ടിലെ അത്ഭുതം കാണാൻ പോകും കേട്ടോ. തല മുട്ടണ നോക്കണം. ഹൈറ്റ് ഉള്ള മഴക്കാലം വന്നാൽ നമുക്ക് തിരുമ്പി തോരാടാന്, അതേപോലെ നമ്മളെ സാധനങ്ങളൊക്കെ വെക്കാന് കാര്യങ്ങളും, അതേപോലെ കുട്ടികളൊക്കെ കൂടുതൽ വല്ല കല്യാണം അങ്ങനെയുള്ള പരിപാടി കൂട്ടുകുടുംബങ്ങളൊക്കെ വരുമല്ലോ. അപ്പൊ ഇവിടെ നിരച്ചലും പായിട്ട് കൊടുത്താല് സുഖമായി കടന്നോളും. പിന്നെ ഇനി അതുപോലെ ഏത് വേനലാണെങ്കിലും ഓടല്ലേ, ചൂടുണ്ടാവില്ല. ഇതാണ് ബക്കർഖാന്റെ രഹസ്യ റൂം, രഹസ്യപ്പുറം എന്നൊക്കെ പറയും. തോക്കും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ടോ അല്ലേ സുഹൃത്തുക്കളെ? ഇതാണ് തോക്ക് കേട്ടോ. AK-47 ആണ് ഈ കിടക്കുന്നത് ബക്കർക്ക്. ഞാൻ പറഞ്ഞില്ല ഇതൊരു ആയുധപുരമാണ്. ബക്കർഖാനെ പേടിക്കണം എന്ന് പറഞ്ഞതിന്റെ കാരണം അതാണ്. ഇവിടെ കണ്ടൊരു സംഭവം ഉണ്ട് കേട്ടോ, അതൊന്ന് കാണിച്ചു തരാ. ഇതൊന്നും കൂടുതൽ ഇപ്പൊ ഇല്ല. നോക്കി ഈ സംഭവം കണ്ടോ? ഇത്തരം വിളക്കുകള് പണ്ട് ഇത് ഇല്ല, എന്റെ വീട്ടിലൊന്നുണ്ട് ഇതേപോലത്തെ ചെമ്പ് കളറുള്ള ഒരു സംഭവം ഉണ്ട്. അതേപോലെ തന്നെ വേറൊരു സംഭവം കണ്ടതാ, ഉപ്പിലിട്ട മാങ്ങ. പരിപാടി അല്ല, ഇത് ഉപ്പിലിട്ട് വെക്കും. അപ്പൊ കുട്ടികളൊക്കെ വരുമ്പോ നമുക്ക് മാങ്ങച്ചാർ ഏത് സീസണിലും ഇവിടെ ഉണ്ടാവും. ഇത് ഒരു നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യുന്ന സംഭവമാണ്. ഇത് ഇപ്പോഴും വീട്ടിലുള്ള ആളുകൾ തീർച്ചയായിട്ടും ഒരു കമന്റ് ചെയ്യണം കേട്ടോ. ബക്കർഖാന്റെ വീട്ടിൽ ഇന്നുള്ളതാണ്. ഇതൊരിക്കലും ഒഴിവാക്കരുത്. ഇന്ന് ഉപയോഗിക്കണ്ടേ, അതുകൊണ്ടാണ് അതിന്റെ മണ്ണെണ്ണ ഉണ്ട്, നമ്മുടെ മണ്ണെണ്ണ ഉണ്ട്. അത് ഉപയോഗിക്കും, എമർജൻസി ഉപയോഗിക്കും, കിച്ചണിൽ ഈ വിളക്കൾ ഉപയോഗിക്കുക. പിന്നീട് ഈ കാലം വരെ ഇതിന്റെ പണി പൂർത്തിയാക്കാൻ സമയം കിട്ടിയില്ല, സാധിച്ചില്ല അല്ലെ. ഒരു പണി പേരന്റെ പണി എടുക്കുകയാണെങ്കിൽ അത് പൂർത്തിയാകാതെ ഒരു കുറച്ച് ബാക്കിയിട്ടാൽ അത് പിന്നെ കാലാകാലം അവിടെ കിടക്കും. കണ്ടില്ലേ, അതിന്റെ ഉദാഹരണമാണ് ബക്കർഖാൻ. ഈ കാണുന്ന ഈ ഭാഗം അത് അന്ന് അത് കൊടുത്തില്ല. അതാണ് നമ്മള് ഇതെന്നൊരു പാഠം ഉള്ളത്. എന്താ വെച്ചാല് നമ്മളൊരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് ആ ടൈമിൽ തന്നെ ചെയ്യും. നമ്മൾ നാളെ ചെയ്യാൻ പറഞ്ഞാൽ ഒരിക്കലും പിന്നെ ചെയ്യലുണ്ടാവില്ല. അത് നമുക്ക് വലിയ നഷ്ടത്തിൽ എത്തിച്ചേരും. അത് വലിയൊരു നഷ്ടത്തിലായിരിക്കും നമ്മൾ എത്തിച്ചേരുന്നത് അല്ലേ. പുറം കാണാം. ഈ ഒരു ഭാഗത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. എന്താ വെച്ചാല് നമ്മൾ ഒരുപാട് വീടുകളില് ഈ ഭാഗം ഒട്ടുമിക്ക വീടുകളിലും അമ്മി കാണൂല. അമ്മി ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ഒരു അമ്മിക്ക് എത്ര വർഷത്തെ പഴക്കമുണ്ട്? ഇത് ഒരു 50 വർഷത്തിന് മേലെ പഴക്കമുണ്ട്. 50 വർഷം പഴക്കമുള്ള ഒരു അമ്മിക്കല്ല. ഇന്ന് മിക്ക വീടുകളിലും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവം കൂടിയാണ് ഈ കാണുന്ന ഇത്തരത്തിലുള്ള അമ്മികള്. സാധാരണ വാങ്ങും കൂടിയല്ല ചെയ്യാല്ലേ, നമ്മളെ തൊടുന്ന് എടുത്തായിരിക്കും ചിലപ്പോ അല്ലെ. കറണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അരക്കേണ്ട വസ്തുക്കൾ ഉണ്ടാകും. അപ്പൊ കറണ്ട് ഇല്ലെങ്കിൽ നമുക്ക് സുഖമായിട്ട് അരക്കാം. നല്ല പരിചയം ഉണ്ടല്ലോ. പെണ്ണുങ്ങളാണ് കറി വെക്കല്, അരച്ചെടുക്കല് ഞാനല്ലേ. അതാണ് കണ്ടിട്ട് നിങ്ങളെ ആക്ഷൻ കണ്ടാ നല്ല പരിചയം ഉണ്ടാവും. അരക്കറിക്ക് നമുക്ക് നന്നായിട്ട് അരക്കാം. വലിയ മുളകൊക്കെ ഇങ്ങോട്ട് കൊടുന്നോളൂ. നിങ്ങളെ അരപ്പം എന്തായാലും സാറാ, ഒന്ന് അരച്ചാണി കണ്ടോളി. ആക്ഷൻ വരെ കറക്റ്റാ. ലുക്ക് ഉണ്ടല്ലേ. ഇങ്ങനെയാണ് അരക്കുക. ഇതൊക്കെ പെണ്ണുങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തോളൂ. ഇഞ്ഞും ബക്കറാക്കാൻ്റെതില് വീടിന്റെ പിന്നാമ്പുറ കാഴ്ചകൾ വന്നു കഴിഞ്ഞാല് അല്ല ഭയങ്കര തണുപ്പ് സീസണൊക്കെ വന്നു കഴിഞ്ഞാല് പച്ചവെള്ളത്തിൽ കുളിക്കാൻ കുറച്ച് മടിയേക്കാറ്. അപ്പൊ അതിനും ഉപയോഗിക്കും. പിന്നെ പുറത്താക്കുമ്പോ അതിനും ഉപയോഗിക്കും. അപ്പോൾ ഉപയോഗിക്കാമല്ലോ. അതിന് വേണ്ടി ഇപ്പൊ ബക്കറാക്കാനെ വീട്ടിൽ നിന്ന് പുറത്താക്കി കഴിഞ്ഞാല് ഇതിലാണ് ബക്കർക്ക് ചോറും കറിയും വെച്ചുണ്ടാക്കാറുള്ളത്. അപ്പൊ അതിന് വിറകൊക്കെ ഇവിടെ തന്നെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. വിറക് ഇവിടെ ഉണ്ട്. പിന്നെ പറഞ്ഞാല് സൈഡ് തിണ്ടുകൾ മുഴുവനായിട്ട് മണ്ണ് തേമ്പി എടുത്തിട്ടുണ്ട്. അതിപ്പോ ഞാൻ ഇല്ലാത്ത ദിവസം ഞാൻ ഉണ്ടെങ്കിൽ ചീത്ത, കാരണം പെണ്ണുങ്ങൾക്ക് കാല് വേദന മാറ്റി. ഞാൻ ഇല്ലാത്ത ദിവസം കംപ്ലീറ്റ് കണ്ടെങ്കിൽ തേച്ചു. പെണ്ണുങ്ങളെ പരിപാടിയാണ്. ഇനി ഇതുമ്പോ ചൗടി തേച്ച നല്ല ഭംഗി. ചൗടി കിട്ടാല്ലേ ആദ്യമൊക്കെ ചൗടി തേച്ച്
നല്ല ഭംഗിയാക്കി പിന്നെ എടുത്തു. ഇതിൽ മറ്റൊന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നമ്മളുടെ ഈ പ്ലാസ്റ്റിക് മറ്റുള്ള വേസ്റ്റുകളൊക്കെ ഉണ്ടല്ലോ, അതെന്താക്കുന്നത് ഒരു ചെറിയൊരു ബൈലറാണ്. തൊടു കൂടെ എഴുതിരി കിട്ടും. ഇതെന്താണ് സംഭവം? നമ്മളെ ഈ വീട്ടിലെ പല സാധനം കൊണ്ട് പ്ലാസ്റ്റിക് ഇതൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പൊ തൊടു കൂടെ ഇട്ടിട്ടുണ്ട് എങ്കിൽ അത് ബുദ്ധിമുട്ടാണ്. കാരണം കൃഷിക്കും കാര്യങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പൊ അത് ഇതിലിടും. ഒരു 10-15 ദിവസം കൂടുമ്പോ ചെറുതായിട്ട് കത്തിച്ചു വിട്ടാല് ക്ലിയർ ആയി. നമ്മളെ തൊടും ക്ലിയർ, നിങ്ങളൊക്കെ വീട്ടിൽ വാഷിംഗ് മെഷീൻ ഉണ്ടാവും. എന്റെ വീട്ടിലത്തെ വാഷിംഗ് മെഷീൻ കാണണം. ഇവിടെ പോയി ഇല്ല, എന്റെ വീട്ടിലും ഇല്ല. പെണ്ണുങ്ങളാണ് വാഷിംഗ് മെഷീൻ. ഇതാണ് നമ്മളുടെ വാഷിംഗ് മെഷീൻ. ഇന്ന് ഈ പറഞ്ഞ മാതിരി അമ്മിക്കല്ലും ആട്ടുകല്ലൊക്കെ എടുത്തു പോയ മാതിരി ഈ അലക്കുകല്ലും എടുത്തു പോവുകയാണ്. ഇതുകൊണ്ടുള്ള ഇതെന്താ പെണ്ണുങ്ങളോട് അധികം ചൂടാൻ പറ്റൂല. നമ്മളെ നീലന്റെ ഷർട്ടൊക്കെ നമ്മളെ തല്ലണ മാതിരി വരതും നമ്മളിട്ട് വരതണ വരെ വരതും. അപ്പൊ പല ദേശത്ത് വേണ്ടി തീർക്കും. അപ്പൊ അതില്ലായിരിക്കാൻ വേണ്ടിട്ട്. അല്ല, നിങ്ങൾക്ക് ഇതും തിരുമ്പി നല്ല പരിചയം ഉണ്ടാവുമല്ലോ. അത് പ്രത്യേകം പറയണ കാര്യമൊന്നുമില്ല. കാരണം ഒരുപാട് കാലം പ്രവാസം, ഒരുവിധം പ്രവാസികൾക്കൊക്കെ തിരുമ്പാനും ഭക്ഷണം പാകം ചെയ്യാനും വീട് ക്ലീൻ ചെയ്യാനും ഒന്നും ആരും പഠിപ്പിക്കേണ്ട ആവശ്യം. അപ്പൊ സ്വയം എക്സ്പേർട്ട് ആയിക്കും. ആ പരിപാടികളൊക്കെ അറിയാം. അല്ല വക്രാക്ക, ഇതെന്താ ചാക്കിലാക്കി വെച്ചിരിക്കുന്നത്? ചാക്കിലാക്കി വെച്ചിരിക്കുന്നത് ഇത് ഞൊട്ടങ്ങ എന്ന് പറയും. ഞൊട്ടങ്ങ ആദ്യമൊക്കെ കാട്ടുകൂടെ ഇഷ്ടംപോലെ ആർക്കും വേണ്ടതെ. ഇപ്പൊ ഈ പുല്ലിന് മരുന്നടിക്കുന്ന കാരണം ഇത്തരം കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ നമ്മള് വീട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എങ്കിൽ ഇത് നല്ലൊരു ഔഷധമാണ് എന്നും പറയുന്നുണ്ട്. കായ്ക്കാൻ തുടങ്ങിയിരിക്കുന്നതാ. ഇത് കാണുന്നില്ല, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. ആയി തുടങ്ങിയാല് ആകുന്നേ ഉള്ളൂ ഇതൊക്കെ. അപ്പൊ ഇതൊന്നും ഇപ്പൊ നമുക്കൊരു ഏത് സൂപ്പർ മാർക്കറ്റിൽ പോയാലും പെട്ടെന്ന് കിട്ടിയെന്ന് വരില്ല. ഇതിനാകുമ്പോ കൂടുതൽ മുതൽ മുടക്കൊന്നുമില്ല. ഒരു ചാക്കിൽ മണ്ണ് നിറച്ച് കുറച്ച് വളപ്പടി വെണ്ണൂറിട്ട് അതിൽ കുഴിച്ചിടാം. ഇഷ്ടം പോലെ ഉണ്ടാവില്ല. കഴിഞ്ഞ വർഷമൊക്കെ ഞാൻ എത്രകാലം പറിച്ചു പറയും. എത്ര വർഷം? ഒരുപാട് പറിച്ചിട്ടുണ്ട്. വരുന്നോലും പോകുന്നോലും ഒക്കെ പറിക്കും. പിന്നെ ഇവിടെ പല ആളുകളും വരുന്നതല്ലേ. പിന്നെ ഇതാ ബാവന്റെ വീട്ടിൽ നിന്ന് ഞാൻ 5 ബട്ടറിന്റെ തൈ കൊടുത്തു. അത് ചെറിയ കൂടെ കവറായിരുന്നു. ഞാനിതാ 2 കിലോ കൊള്ളുന്ന വലിയ കവറിൽ മണ്ണും ചാണകവും ഒക്കെ നിറച്ച് ഇപ്പൊ ദിവസം നനച്ചു കൊടുക്കും. ഇനി അടുത്ത വർഷക്കാലം ആകുമ്പോഴേക്ക് നല്ല തൈയായി മാറും. അപ്പൊ നമുക്ക് പല സ്ഥലത്തും കുഴിച്ചിടാം. അതേപോലെ തന്നെ ഇത് കണ്ടോ, മല്ലികന്റെ വിത്ത് പാകിയതാണ്. ഇതിനി കുറച്ചുകൂടി വലുതായിട്ട് നമ്മള് വേറെ സ്ഥലത്തേക്ക് ആവശ്യക്കാരുണ്ടെങ്കിൽ കൊണ്ടുപോകും ചെയ്യും. ഇനിയിപ്പോ പുറത്തുനിന്ന് പകല് സമയത്തൊക്കെ ഉപയോഗിക്കാന് ബാത്റൂം ഉണ്ട്, കുളി റൂം ഉണ്ട്. പിന്നെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കിതാ ഇവിടെ ഒരു വിറക് ഷെഡാണ്. നമുക്ക് വിറകിടാനും അതേപോലെ വണ്ടി നിർത്താന് തേയില ചപ്പ് നുള്ളിയിട്ട് അത് ഇടാന്. അപ്പൊ ഇന്നത്തെ പണി എന്തായിരുന്നു നിങ്ങൾക്ക് അറിയോ? കാപ്പി പറി. ഇതാ കണ്ടോളി, ഇന്ന് പറിച്ച കാപ്പിയാണ്. റോബസ്റ്റ് അല്ലത്? അല്ല, അത് റോബസ്റ്റ് കാപ്പി. ഇന്നത്തെ ഇന്നത്തെ അധ്വാനം 2 മണി വരെ കാപ്പി പറിയായിരുന്നു. ഇതൊക്കെ തന്നെയാണ് മക്കളെ നമ്മളെ വിശേഷങ്ങൾ, നമ്മളെ ജീവിതവും വിശേഷ കാര്യങ്ങളും, ജീവിത ചുറ്റുപാടും. പണിയെടുക്കില്ല എന്ന് പറയുന്ന ഇപ്പൊ ഇങ്ങനെ സൈഡിൽ കൂടെ ബീമീസ് കുത്തിയിട്ടിരിക്കുന്നു. അപ്പൊ ഇങ്ങനെ മുളച്ച് ഉഷാറായി വരുന്നുണ്ട്. അപ്പൊ ചെറിയ തോതിലുള്ള പൂച്ചെടികളൊക്കെ പൂന്തോട്ടം നമ്മള് ഒഴിവ് കിട്ടും. ഇതെന്താ സെപ്പറേറ്റ് ഇതുകൾ ഇവിടെ എങ്ങനെ വെച്ചിരിക്കുന്നത്? അതൊക്കെ ഓരോ പരീക്ഷണങ്ങളാണ്. എന്ത് പരീക്ഷണാണ്? അല്ല, നാട്ടുകാരെ അറിയട്ടെ, ഓല് ചെയ്യട്ടെ. അതന്നെ. ഇതിപ്പോ നമ്മൾ എവിടുന്നോ ഒരു സ്ഥലത്ത് കുറഞ്ഞ പുല്ല് കൊടുന്നാണ്. അപ്പൊ കണ്ട അത് കുപ്പിയിലാക്കിയിട്ട് വെള്ളത്തിലാണ് വെച്ചിരിക്കുന്നത്. മണ്ണില്ലാതെ വളരുന്നു പറയുന്നുണ്ട്. അപ്പൊ അത് നോക്കുകയാണ്. പിന്നെ ചെറിയ നമുക്കൊരു കിണറുണ്ട്. ആ കിണറിന് വെള്ളം അടിക്കും. 1000 ലിറ്റർ ചെയ്യും. മേലേക്ക് മേലെ ഒരു 500 ലിറ്റർ മേലുണ്ട്. ഇതിന്റെ മുകളിലുണ്ട്, കാണുന്നില്ല. പിന്നെ നമ്മളെ കടച്ചക്ക ഇത് പിന്നെ ഹൈലൈറ്റ് ആണ്, എല്ലാവർക്കും അറിയാലോ. എല്ലാവർക്കും അറിയാം, ഹൈലൈറ്റ് ആയ ഒരു സംഭവം. പിന്നെ അവക്കാടോ ബട്ടർ ഉണ്ട്, ഏലുണ്ട്. അവിടെ ഏലക്കായ ഉണ്ട്. ഏലക്കായ ഒക്കെ പറിച്ച് കഴിഞ്ഞ് തീർന്നു. ഒക്കെ ഇവിടെ ഉണ്ട്. അങ്ങനെ പിന്നെ തോട്ടത്തിലുള്ള ഒരുപാട് വിശേഷങ്ങൾ നമ്മൾ മുമ്പ് ഒരുപാട് വന്നിട്ടുണ്ട്. പിന്നെ ആന ചവിട്ടിയ മതിലുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും സുഹൃത്തുക്കളെ, നമ്മൾ ബക്കർഖാന്റെ വീടിന്റെ ഉൾവശം എല്ലാ ഭാഗങ്ങളും നമ്മൾ കണ്ടു. എനിക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നുണ്ട്. അപ്പോൾ നമ്മളോട് ചോദിച്ച ആളുകളോട് എങ്ങനെയുണ്ട് വീട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കണം. അപ്പോൾ വീണ്ടും നമ്മളുടെ
ഒരുപാട് വിശേഷങ്ങളുള്ള നല്ല അടിപൊളി വീഡിയോകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.